ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ ഗുരുവായൂരാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ ഗുരുവായൂർ എത്തിയപ്പോൾ തന്നെ 7 മണിയായി. അപ്പോൾ പെട്ടെന്ന് തന്നെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്തേക്കൊക്കെ വന്നു. ചേച്ചി അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോൾഡ് കോഫി വാങ്ങാനായിട്ട് പോയേക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കാണ്. ഇതെന്താ? ഇത് കോൾഡാണ്. ഉണ്ട്. നമ്മളിപ്പോൾ എവിടെയാണ്? ഗുരുവായൂർ അമ്പലനടയിൽ. യെസ്, നമ്മൾ ഗുരുവായൂർ വന്നേക്കാണ്. കോൾഡ് കോഫി കുടിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലനടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി കിടന്നുറങ്ങി. അപ്പോൾ അതെ, ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. അപ്പം നമ്മൾ പോകണമെങ്കിൽ 5:15 നമ്മൾ കയറണം. പക്ഷെ നമ്മൾ എനിക്ക് കുറച്ച് വൈകിപ്പോയി. പക്ഷേ നമ്മളൊരു ഒരു ഹായ് കൊടുക്കില്ല. ഹായ്, ദേഷ്യം വിളിച്ചത്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ പുലർച്ചെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ളൊരു സമാധാനമായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഹായ്, അപ്പോൾ നമ്മൾ കണ്ണനെയൊക്കെ കണ്ടേക്കാണ്. ഞങ്ങൾ കഴിക്കണം. കണ്ണനെ കണ്ടതിന് ശേഷം പിന്നെയും കുറച്ച് നേരം ഞങ്ങൾ അമ്പല പരിസരത്ത് തന്നെ കറങ്ങി നടന്നു. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയിട്ട് വീണ്ടും ഡ്രസ്സ് മാറി. ആക്ച്വലി ഈ ഡ്രസ്സായിരുന്നു ഞങ്ങൾ ആദ്യം ഇടാമെന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മളിപ്പോൾ നമ്മുടെ അടുത്തൊരു ഡ്രസ്സ് എന്ന് പറയുന്നത്. രാവിലെ ഞങ്ങൾക്ക് ഇതിടാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞങ്ങൾ നേരം വൈകിക്കൊണ്ട് ഇതൊന്നും ഇടാൻ പറ്റിയില്ല. ഗുരുവായൂർ അമ്പല ദർശനം കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തത് ആനക്കോട്ടയ്ക്കാണ് പോകുന്നത്. എന്നെ ചെറുപ്പത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. ആനക്കോട്ട കാണാനായിട്ട് വന്നേക്കാണ്. ഗായ്സ്, അങ്ങനെ ആനക്കോട്ടയിൽ ഞങ്ങൾ അവിടുത്തെ വലിയ കൊട്ടാരും പിന്നെ കുറേ ആനകളൊക്കെ ഞങ്ങൾ കണ്ടു. ഏതെങ്കിലുമൊക്കെ ആനേനെ തൊടാൻ പറ്റി ഞാൻ വിചാരിച്ചു, പക്ഷെ അതൊന്നും സാധിച്ചില്ല. അപ്പോൾ അവിടെയുള്ള ആനകളുടെ കുസൃതികളും വികൃതികളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. ലവ് ഗായ്സ്.